പോകുന്നത്. ചെന്നവരോട് മാപ്പറേ. ചെന്നവരെ തിരിച്ചു വിളിക്കണി. ചെല്ല്. സേതുവേട്ടന്റെ ആണ്ടാ വരാൻ പോകുന്നത്. അതിനു മുമ്പ് അവരെ ഇങ്ങനെ പെരുവിളിയിലേക്ക് ഇറക്കി വിടണോ മീരെ? ചെല്ലു മോളെ, അവരോട് പോകരുതെന്ന് പറഞ്ഞീ. ഞാൻ ആരെയും തിരിച്ചു വിളിക്കില്ല. ഞാൻ ആരോട് ഇറങ്ങി പോവാനും പറഞ്ഞിട്ടില്ല. ബന്ധങ്ങളെക്കാൾ വലുതാണോടി പണം. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നപ്പോ ഈ കുടുംബത്തിന്റെ തണല് പറ്റി ജീവിച്ചവരാ നമ്മള്. അന്ന് നമുക്കും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം സേതുവങ്ങളുടെ സഹായം കൊണ്ട് ഉണ്ടായതാ. ഓരോ കാര്യത്തിന് എത്ര തവണ അവര് നമ്മളെ സഹായിച്ചിട്ടുണ്ടേ. ഒരു ചതി പറ്റി ജീവിതവും സ്വത്തും എല്ലാം കൈവിട്ടുപോയി എന്ന് കരുതി ഇവരാരും ഇതുപോലെ ആക്ഷേപിക്കപ്പെടേണ്ടവരല്ല. നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലാതായി പോയല്ലോ. എന്താണ് എടാ, നീ അവളെ പോയി ഒന്ന് സമാധാനിപ്പിക്കും. അവളുടെ കരച്ചിൽ ഇവിടം വരെ പോകുന്ന എനിക്കറിയാം. അതൊക്കെ ഞാൻ പരിഹരിച്ചോളാം. ഈ കുടുംബം തമ്മിലടിച്ച് ചിന്ന പിന്നെ വീട് പോകാൻ തുടങ്ങാനുള്ള മോളെ. ഇത് വല്ലതും നീ അറിയുന്നുണ്ടോ? എന്റെ പൊന്നുമോളെ, നീ ഇതെവിടെയാ? എന്തെങ്കിലും നീ തിരിച്ചു വരുന്ന ധൈര്യത്തില അമ്മ ഇപ്പോഴും ജീവിക്കുന്നത്. അത് നീ ഒരിക്കലും അമ്മയെ കാണാൻ വരില്ലേ? അപ്പോ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ നമ്മൾ എന്ത് ചെയ്യും? നിന്നെയും ഗൗരിമോളെ ഉപേക്ഷിച്ച് അവളെ വീട്ടിൽ നിന്ന് പോയില്ലേ? പോകാതെ പറ്റില്ലല്ലോ. സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞ അവൾക്ക് പഴയതെല്ലാം തിരിച്ചു കിട്ടുക എന്നർത്ഥം. അതിലവളുടെ നാടും വീടും ബന്ധങ്ങളും കുടുംബവും എല്ലാം ഉണ്ടാവും. അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമായിരിക്കും അവൾക്ക് അപരിചിതര്. അപ്പോ ഇത്രയും കാലം സമൃദ്ധിയുടെ സ്ഥാനം നൽകി നമ്മൾ അവളെ സ്നേഹിച്ചതോ? ഗൗരിമോൾ അവളെ അമ്മയെന്ന് വിളിച്ചതോ? അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാ. നമ്മളൊക്കെ അവളുടെ ഓർമ്മയെന്നേ മാഞ്ഞു പോവും. അന്നത്തെ ആക്സിഡന്റിന് മുമ്പുണ്ടായിരുന്ന അവൾ ആരാണോ, പിന്നെ അത് മാത്രമായിരിക്കും സമൃദ്ധ. മോനെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിനക്കും അവൾക്കും ഇപ്പൊ ദോഷ സമയാണെന്ന് ജ്യോത്സ്യം പറഞ്ഞത് ഓർമ്മയില്ലേ? അത് മാറ്റാൻ ചില വഴിപാടുകൾ നടത്തണമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ പരിഹാര കർമ്മങ്ങൾ മുഴുവൻ ചെയ്തു തീർന്നിട്ടില്ല. നീയും അവളും കൂടി ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു താലി വഴിപാട് സമർപ്പിക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. നീ അവളെയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോയി
വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാ മതി, എല്ലാം മാറും. ഞാൻ എന്താ അമ്മേ പ്രാർത്ഥിക്കേണ്ടത്? അവളുടെ ഓർമ്മ ഒരിക്കലും തിരിച്ചു കിട്ടരുതെന്നോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുമോ? അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടരുതെന്ന് നിന്നോട് പ്രാർത്ഥിക്കാനല്ല അമ്മ പറഞ്ഞത്. അഥവാ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ തന്നെയും നിന്നെയും മോളെ ഉപേക്ഷിച്ച് അവൾ എങ്ങോട്ടും പോകരുത്. നിന്റെ ഭാര്യയായി, ഗൗരിമോളുടെ അമ്മയായി അവൾ നമ്മളുടെ കൂടെ തന്നെ വേണം. നീ എന്തൊന്നും പറയാത്തത്? അവളോട് ഉള്ളിൽ നിനക്ക് സ്നേഹമുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം. മോനെ, ഒരിക്കൽ അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞാ ഗൗരി. ഇനി ഒരിക്കൽ കൂടി അതിനിട വരുത്തരുത്. അതവൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെ നീ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. പോകാം, എല്ലാ വഴിപാടുകളും നടത്താം. എനിക്ക് വേണ്ടിയല്ല, എന്റെ കുഞ്ഞിനു വേണ്ടി. അമ്മയും കൂടി വന്നാ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോവാം. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി മോളെയും കൂട്ടി പോയാ മതി.